24-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം R.K. നാരായണൻ്റെ മഹാഭാരത എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയിൽ 24-ാമത്തെ ഭാഗം 24-ാമത്തെ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ എന്താ കേൾക്കാൻ പോണ? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശകുനിയും യുധിഷ്ഠിരനും തമ്മിലുള്ള ചൂതുകളിയാണ് തുടങ്ങിയിരുന്നത് കേട്ടോ. അങ്ങനെ യുധിഷ്ഠിരനും ശകുനിയും കൂടി ചൂത് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ചൂത് കളിക്കുമ്പോൾ എന്താ അറിയോ പ്രശ്നം? നമ്മൾ ചൂത് കളിക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ കളിക്കുകയാണെന്നിരിക്കട്ടെ. ഞാനൊരു സാധനം വയ്ക്കും, ആ സാധനം നീ ജയിക്കുകയാണെങ്കിൽ ആ സാധനം കുട്ടിയൊരു സാധനം വയ്ക്കും, അച്ഛനൊരു സാധനം വയ്ക്കും. എന്നിട്ട് ആർക്കാണ് ജയിക്കണമെന്ന് വെച്ചാൽ അവർക്ക് ആ രണ്ട് സാധനം എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ചൂത് കളിക്കുക. ചൂത് കളി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കളിയാണ് കേട്ടോ. ഗാംബ്ലിംഗ് എന്ന് പറയും. ഈ ഗാംബ്ലിംഗ് കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് സ്വത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ആദ്യത്തെ ഉദാഹരണങ്ങളിലൊന്നാണ് യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ വളരെ നല്ല രാജ്യമൊക്കെ കെട്ടിപ്പൊക്കി സുന്ദരമായിട്ടിരിക്കുന്ന സമയത്താണ് ശകുനിയായിട്ട് ചൂത് കളിക്കാൻ തുടങ്ങിയ. ചൂത് കളി എന്ന് പറയുന്ന ഒരു ലഹരിയാണ്. ലഹരി എന്ന് വെച്ചാൽ എന്താ അറിയുക, നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെട്ട് പിന്നെയും അത് ചെയ്യാൻ തോന്നുകയാണ്, പിന്നെയും അത് കളിക്കാൻ തോന്നുകയാണ്. ഇപ്പോൾ യുധിഷ്ഠിരൻ ആദ്യം പറയണേ, ഞാനൊരു മഹാരാജാവാണ്, ഇത്ര സുന്ദരമായ രാജ്യം എനിക്കുണ്ട്, ഇത്ര അധികം സ്വത്തുണ്ട്, രാജ്യമുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, ഒരുപാടധികം സ്ത്രീകളുണ്ട്, ഒരുപാട് ആനയുണ്ട്, കുതിരയുണ്ട്, തേരുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് ചൂത് കളിക്കാനോ എനിക്ക് ശകുനിനെ തോൽപ്പിക്കാനോ അധികം ബുദ്ധിമുട്ടില്ല എന്ന് പറയാണ്. സത്യത്തിൽ ചൂത് കളിക്കാൻ തുടങ്ങിയപ്പോൾ യുധിഷ്ഠിരൻ താൻ ആരാന്ന് തന്നെ മറന്നുപോയി. ഞാൻ എവിടെ ഇരിക്കണ, ഞാൻ എന്താ ചെയ്യണ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും യുധിഷ്ഠിരന് ബോധം ഉണ്ടായില്ല. എന്താ ബോധമില്ലാത്ത? ഈ ചൂത് കളി ഒരു ലഹരിയാണ്. ഇങ്ങനെ ഞാൻ ആദ്യം ഒരു ചെറിയ സാധനം വെച്ചു, അത് രണ്ടുപേർക്ക് നഷ്ടമായി. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ജയിച്ചിട്ട് ആ രണ്ട് സാധനം തിരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും കളിക്കുകയാണ്. അങ്ങനെ കളിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന് എല്ലാം മറന്നു തുടങ്ങി. യുധിഷ്ഠിരന് താൻ ആരാണെന്നും താൻ എന്തിനാ അവിടെ വന്നിരിക്കുന്നത്, താൻ എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ മറന്നു തുടങ്ങി. ഒരു സാധനം മാത്രം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാനുണ്ട്. ശകുനിയുടെ വളരെ വളരെ ശാന്തമായ, വളരെ ഒരു പ്രത്യേക ശബ്ദത്തിലുള്ള ചില വാക്കുകൾ. ഞാൻ ജയിച്ചു എന്നാണ് ശകുനി പറയുന്നത്. ഓരോ കളി കഴിയുമ്പോഴും ശകുനി ജയിക്കുകയാണ്, യുധിഷ്ഠിരന് ഓരോ സാധനങ്ങളായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ദുര്യോധനനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ദുര്യോധനനും ആൾക്കാരും ഒക്കെ സന്തോഷം കൊണ്ട് ചാടിക്കളിക്കണം. എന്താ പറയുക, ശകുനിക്ക് ചൂത് കളിക്കാൻ ഭയങ്കര മിടുക്കാണ്, കള്ളക്കളി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ശകുനി എന്ത് ചെയ്ത, ശകുനി യുധിഷ്ഠിരനെ ഈ ചൂതുകളിയുടെ ലഹരിയിലേക്ക് പതുക്കെ വലിച്ചഴിച്ചു. എന്നിട്ട് എന്തായി, എന്നിട്ട് യുധിഷ്ഠിരൻ പറയുമ്പോൾ, യുധിഷ്ഠിരൻ ഓരോ പ്രാവശ്യം പറയാണ്, ഓരോ നഷ്ടം സംഭവിക്കുമ്പോഴും പറയാണ്, എനിക്കിനിയും ആയിരക്കണക്കിന് സ്ഥലമുണ്ട്, ആയിരക്കണക്കിന് രാജ്യമുണ്ട്, ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട്, ആയിരക്കണക്കിന് ആനകളുണ്ട്, കുതിരകളുണ്ട്, രാജ്യമുണ്ട് എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഇതെല്ലാം പണയം വെച്ച് കളിക്കുകയാണ് ആര്? യുധിഷ്ഠിരനും ശകുനിയും കൂടി. പണ്ട് രാജാക്കന്മാരങ്ങനെ രാജ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കളിക്കുക. പിന്നെയും എന്താ നടക്കണ? യുധിഷ്ഠിരൻ തോൽക്കുകയും ശകുനി ഞാൻ ജയിച്ചു എന്ന് പറയുകയും ചെയ്യണം കേട്ടോ. കുറേ കഴിഞ്ഞിട്ട് ശകുനി എന്ത് ചെയ്ത് യുധിഷ്ഠിരനെ കളിയാക്കുന്ന മട്ടിൽ അതാണ് ശകുനിയുടെ ഒരു തരം തന്ത്രം. എന്താണ്, നീ തോറ്റു എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ജയിക്കണം എന്നുള്ള തോന്നൽ വരും. നിനക്കൊന്നുമില്ലല്ലോ, നിനക്ക് ജയിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് ജയിക്കാൻ കഴിയും, എനിക്ക് ജയിക്കണം എന്നുള്ള തോന്നൽ അപ്പോഴാണ് വരിക. അങ്ങനെ എന്തായി, ശകുനി ഓരോ കളിയിലും യുധിഷ്ഠിരനെ പ്രലോഭിപ്പിച്ച് തോൽപ്പിക്കുകയാണ്.
നിനക്ക് ഇതിന് മഹാരാജാവേ ശകുനി പറയണേ, മഹാരാജാവേ നിങ്ങളുടെ കുറേ സ്വത്തും കുറേ രാജ്യം കുറേ ആനകൾ കുറേ തേരുകളൊക്കെ പോയല്ലോ, ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ ഞങ്ങൾക്ക് തരാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ എന്ത് പറ്റും? ആഹാ, ഇയാൾ എന്നെക്കുറിച്ച് ഇത്ര മോശമായിട്ട് പറയുന്നു, എൻ്റെ കയ്യിൽ ഇനിയുണ്ട് കാര്യങ്ങൾ, നിങ്ങളുടെ കയ്യിൽ ഇനി എന്താ ഉള്ളത്, ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ്. ഈ പരിഹസിക്കും തോറും യുധിഷ്ഠിരന് ദേഷ്യം വരും, യുധിഷ്ഠിരൻ കൂടുതൽ കളിക്കുകയും ചെയ്യാണ്. അങ്ങനെ കളിച്ച് ലഹരിയായി, ഭയങ്കര ലഹരിയായി കളി തുടങ്ങിക്കൊണ്ടുപോയി. എനിക്ക് എൻ്റെ രാജ്യമുണ്ട്, എൻ്റെ വലിയ നഗരമുണ്ട്, ഇന്ദ്രപ്രസ്ഥമല്ലേ നഗരത്തിൻ്റെ പേര്, ഒരുപാടധികം സ്വത്തുകളുണ്ട്, കുറേ വീടുകൾ താമസിക്കുന്നവരുണ്ട് എന്ന് യുധിഷ്ഠിരൻ പറയുന്നു. യുധിഷ്ഠിരൻ ഇത് പണയം വെക്കുന്നു. അപ്പോഴേക്കും ശകുനി അത് ജയിക്കുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ മഹാരാജാവിൻ്റെ എന്താ പറ്റുന്നു? എല്ലാ സ്വത്തും കുറച്ച് കുറച്ചായിട്ട് ശകുനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശകുനിക്കും ശകുനി എന്ന് പറയുന്നത് ദുര്യോധനൻ്റെ അമ്മാവനാണ്. ദുര്യോധനനുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും വലുത്. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എല്ലാം നഷ്ടപ്പെട്ടു. ഓരോന്നായിട്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ട് തുടങ്ങി. അവസാനം എന്തായി? കുറേ നേരം കഴിയുമ്പോഴേക്കും യുധിഷ്ഠിരന് തൻ്റെ രാജ്യം, തൻ്റെ രാജ്ഞിമാർ, തൻ്റെ പടയാളികൾ, തൻ്റെ കൊട്ടാരം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഓരോന്നായി നഷ്ടപ്പെട്ടു. അപ്പോൾ ശകുനി വീണ്ടും ചോദിക്കുന്നുണ്ട്, മഹാരാജാവേ നിങ്ങളുടെ കയ്യിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എനിക്ക് പണയം വെക്കാൻ? എൻ്റെ അടുത്ത് പണയം വെക്കാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് വിതുരൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നത്, ഈ കളി വല്ലാതെ കൂടിപ്പോയി, ഈ കളി അത്ര നന്നല്ല, ഈ കളി കാരണം നിങ്ങളുടെ മകനും അതിന് ബാക്കിയുള്ളവരും ഒക്കെ നഷ്ടപ്പെടും, ഈ കളി നമ്മളുടെ മനുഷ്യകുലത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഇതിനുമൊക്കെ വളരെ നഷ്ടമാണ്. ഇത്രയധികം ദുര്യോധനൻ കരഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല. ദുര്യോധനൻ സന്തോഷം കൊണ്ടാണ് കരയുന്നത് കേട്ടോ. ആകെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ചാടുകയാണ്. എന്തറിയോ, ഈ പറയുന്ന ഇന്ദ്രപ്രസ്ഥവും ഈ പറയുന്ന രാജ്യവും ഒക്കെ ദുര്യോധനന്റെ പേരിലേക്ക് വരുമല്ലേ. അത് കേട്ടിട്ടാണ് ദുര്യോധനൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ ചാടി കളിക്കുകയാണ്. മകന്റെ അടുത്ത് പറയുക, ധൃതരാഷ്ട്ര വിതുരൻ പറഞ്ഞു കൊടുക്കണേ, വിതുരന്റെ ഏട്ടനാണല്ലോ ധൃതരാഷ്ട്ര. അപ്പൊ ഏട്ടാ, ഈ കളി അത്ര നന്നല്ല, ഈ കളി കാരണം പാണ്ഡവന്മാർക്കെല്ലാം നഷ്ടപ്പെടും, ഈ കളി കാരണം വലിയ യുദ്ധത്തിലേക്ക് നമ്മൾ നീങ്ങും, ഇത് അവർക്കൊരു ദോഷമാവും, അവസാനം ഇത് ദുര്യോധനൻ്റെ മരണം വരെ എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളിങ്ങനെ പോകുമ്പോൾ അർജുനൻ ദുര്യോധനനെ കൊല്ലാനുള്ള സാധ്യത വരെ ഉണ്ട്, ഈ കളി എത്ര നല്ല കളിയല്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയാൻ കഴിവുള്ള ആളാണ് വിതുരൻ. വിതുരനെ പോലെ വളരെ കുറച്ച് പേർക്ക് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ. അപ്പൊ ശകുനി പറയണേ, ഒരാൾ ഒരിക്കൽ തേനിന്റെ കുടത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ ആർക്കും നക്കാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മധുരം അത്രയ്ക്ക് ടേസ്റ്റ് വേണം. അതുകൊണ്ട് ഈ ചൂതുകളിയുടെ ലഹരിയിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ നമ്മളെല്ലാം നഷ്ടപ്പെടും. എന്നാലും നമുക്കത് വീണ്ടും 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 കളിക്കാൻ തോന്നും. കഴിവുള്ള ആൾക്കാർക്കും അത് കഴിവല്ല, ഈ പറയുന്ന തലത്തിലുള്ള ഒരു കള്ളത്തരം കാണിക്കാനോ അങ്ങനെ ചെയ്യാനുള്ളവർക്ക് മാത്രമേ ഈ കളിയിൽ ജയിച്ചിട്ട് ഒരുപാട് സമ്പാദിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ വിതുരൻ പറയണേ, രാജാവേ, മഹാരാജാവേ, നമുക്കിഷ്ടം പോലെ സ്വത്തുണ്ട്, നമ്മുടെ രാജ്യമുണ്ട്, ഹസ്തിനപുരമുണ്ട്, നമ്മളിനി ചൂത് കളിച്ചിട്ട് പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല, പൈസയോ സ്വത്തോ ഒന്നും നമ്മൾ ചൂത് കളിച്ചിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല, ശകുനി പറയുന്നതിനെ കാര്യമാക്കണ്ട, നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കരുത്, ഈ പറയുന്ന കളി നടന്നുകൊണ്ടിരിക്കരുത്, ഈ കളീനെ എങ്ങനെയെങ്കിലും നിർത്തണം എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ദുര്യോധനന് ഭയങ്കര ദേഷ്യം വരികയാണ്. വിതുരൻ പറയുന്ന കേൾക്കുമ്പോൾ എന്തിനാ ദുര്യോധന ദേഷ്യം വരുന്നത്?
ഏത് പോകുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളൊന്നും പോവില്ല. ഇത് യുധിഷ്ഠിരൻ ഇത് നേടിക്കൊണ്ടിരിക്കുകയല്ല. യുധിഷ്ഠിരൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ശകുനി ജയിച്ചുകൊണ്ടിരിക്കുകയും ശകുനി ജയിച്ചുകൊണ്ടിരിക്കുകയും യുധിഷ്ഠിരൻ തോറ്റുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോ ഈ ദുര്യോധനന് ഭയങ്കര ദേഷ്യം വരികയാണ് വിതുരൻ പറയുന്ന കേട്ടിട്ടേ. വിതുരൻ പറയുന്ന എന്താ, കളിക്കരുത് എന്ന് വിതുരൻ പറയുന്ന കേട്ടിട്ട് ദുര്യോധനന് ദേഷ്യം വരികയാണ്. അപ്പൊ വിതുരനോട് പറയാണ്, ദുര്യോധനൻ പറയാണ്, ദുര്യോധനന്റെ ചെറിയച്ഛനല്ലേ, അച്ഛൻ്റെ അനുജനല്ലേ. അപ്പോൾ നിങ്ങളെപ്പോഴും ഞങ്ങളുടെ ശത്രുവിൻ്റെ കൂടെയാണ്. ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ പറയുന്നത് ശരിയല്ല. ധൃതരാഷ്ട്രയുടെ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങൾക്ക് രാജ്യത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനം തന്ന രാജാവാണ് എൻ്റെ അച്ഛൻ ധൃതരാഷ്ട്രൻ. വിതുരനോട് പറയണം കേട്ടോ, നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല. ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ പറയാൻ പാടുണ്ടോ? ഇതിനകത്ത് ചൂത് കളിക്കുന്നതിൽ എന്താ തെറ്റുള്ള? അവരുടെ സമ്മതത്തോടു കൂടിയല്ല അവർ വെക്കുന്നത്. അവര് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ചൂത് കളിക്കുന്ന യുധിഷ്ഠിരനല്ലേ, യുധിഷ്ഠിരൻ അറിഞ്ഞുകൊണ്ട് കളിക്കുകയല്ലേ. അപ്പോൾ ഇതിനകത്ത് നിങ്ങളെന്തിനാ ഇടപെടണ എന്ന് ചോദിക്കുകയാണ് വിതുരനോട് ദുര്യോധനൻ. അപ്പോൾ വിതുരൻ മഹാരാജാവായ ധൃതരാഷ്ട്രനോട് പറയാണ്, ശരി, ഞാൻ ഇതിനകത്ത് ഇടപെടുന്നില്ല. ഇത് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ അനുജൻ്റെ മക്കളും തമ്മിലുള്ള കളിയാണ്. ഇതിനെ തടസ്സപ്പെടുത്താൻ ഞാനില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒരു മരുന്ന് പോലെയാണ്. മനസ്സിലായോ? ഒരു സുഖമില്ലാത്ത ഒരാളെ നമ്മൾ ജീവനോടെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ മരിച്ചുപോയ ഒരാളെ നമുക്ക് മരുന്ന് കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള മനസ്സ് നിങ്ങളുടെ മക്കൾക്ക് മരിച്ചുപോയി. അപ്പം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ തലയിൽ എന്താ എഴുതിയിരിക്കുന്നത് അതുപോലെ നടക്കട്ടെ. ഇത് പറയുന്ന ഇവിടെ വിതുരനും ധൃതരാഷ്ട്രനും തമ്മിലുള്ള സംസാരമാണ്. മറ്റെവിടെ എന്താ നടക്കുന്നത്? യുധിഷ്ഠിരൻ ഓരോരുത്തരായിട്ട് പണയം വെച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ കളിച്ചെന്തായി, യുധിഷ്ഠിരന്റെ രാജ്യവും സ്വർഗവും എല്ലാം നഷ്ടപ്പെട്ടു. സകലമാന സ്വത്തും നഷ്ടപ്പെട്ടു, രാജ്യം ഒക്കെ പോയി. യുധിഷ്ഠിരൻ ഒന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പൊ ശകുനി ചോദിച്ചു, ഇനി എന്തെങ്കിലും ഉണ്ടോ കളിക്കാൻ? അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന അനുജനെ ചൂണ്ടിക്കാണിച്ച് നകുലനോട് പറഞ്ഞു, ഞാൻ എൻ്റെ അനുജനെ പണയം വെക്കുകയാണ്, നകുലനെ. നീ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ നകുലനെ ജോലിക്കാരനായിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ട് നകുലനെ പണയം വെച്ചു. പണയം വെക്കുന്നത് മാത്രമേ അറിയുന്നുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ശകുനി പറയുന്നു, ഞാൻ ജയിച്ചു, നകുലനും നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ അടുത്തത്, ഇനി എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെടാനല്ല? സഹദേവനോട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, സഹദേവനുണ്ട്. സഹദേവൻ യുവാവാണ്. യുവാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20-30 ചെറിയ വയസ്സിൽ, ഒരുപാട് വയസ്സാകാത്ത, ഒരുപാട് ചെറിയ കുട്ടിയല്ലാത്ത പ്രായത്തിനാണ് യുവാവ് എന്ന് പറയുന്നത്. നകുലൻ ഒരു നല്ല സുന്ദരനായ യുവാവാണ്. ഇനി നകുലനെ കൊണ്ട് നകുലനെ കൊടുത്തില്ലേ, ഇനി അടുത്ത സഹദേവൻ്റെ അടുത്ത് കാര്യം പറയാണ്. സഹദേവനെ പണയം വെക്കാൻ തുടങ്ങി. സഹദേവനെയും പണയം വെച്ചു. പണയം വെക്കുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ശകുനി അതെടുത്തു. അങ്ങനെ സഹദേവനും ജയിച്ച ശകുനിയുടെ ഭാഗത്തേക്ക് വരാൻ തുടങ്ങി. അവസാനം നോക്കിയപ്പോൾ ഇനി 2 പേരേ ഉള്ളൂ. ആരൊക്കെയാണ്? ഭീമനും അർജുനനും. ഇവർ 2 പേരും സ്വന്തം അമ്മയുടെ മക്കളാണല്ലോ, കുന്തിദേവിയുടെ മക്കളാണ്. മറ്റേത് 2 മാതൃകയുടെയാണ്. അപ്പോൾ ശകുനി പറയണേ,
നിങ്ങളുടെ 2 അനുജന്മാരെ വെച്ചില്ലേ? ഈ 2 അനുജന്മാരുടെയും അമ്മ വേറെയല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ വെച്ചേ? ഭീമനെയും അർജുനനെയും പണയം വെച്ച് കളിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് യുധിഷ്ഠിരനോട് ശകുനി ചോദിക്കുകയാണ്. ശകുനി ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യുധിഷ്ഠിരനോട് ചൂത് കളിച്ചിട്ട് ഓരോന്ന് നഷ്ടപ്പെടുത്താൻ വേണ്ടിയേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ? അപ്പോൾ യുധിഷ്ഠിരന് ദേഷ്യം വന്നു. യുധിഷ്ഠിരൻ നീ ഒരു ദുഷ്ട മനസ്സുള്ള ആളാണെന്ന് ആരോട് പറയുന്ന? ശകുനിയോട്. നീ ദുഷ്ട മനസ്സുള്ള ആളാണ്. നീ എന്നെ കൊണ്ട് എൻ്റെ അനുജന്മാരിൽ തമ്മിൽ താരതമ്യപ്പെടുത്താൻ നീ നോക്കുന്നുണ്ട്. എനിക്ക് എല്ലാ അനുജന്മാരെയും ഇഷ്ടമാണ്, ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ശകുനി പറയുക, മഹാരാജാവേ എന്നോട് ക്ഷമിക്കുക, ഞാനൊരു ചൂതാട്ടക്കാരനാണ്. എൻ്റെ വിജയമാണ് എനിക്ക് പ്രധാനം. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന വാക്കുകളാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക എന്ന് പറയും. അപ്പോൾ എന്തായാലും യുധിഷ്ഠിരൻ്റെ മനസ്സിൽ കൊണ്ടു കുത്തിയില്ലോ. ശകുനി മനസ്സിൽ ദുഷ്ടത്തരം അങ്ങനെ കുത്തി വെച്ചുല്ലോ. എന്താ ദുഷ്ടത്തരം കുത്തി വെച്ച? തൻ്റെ അനുജന്മാരിൽ തനിക്ക് പക്ഷഭേദമുണ്ട് എന്ന്. പക്ഷഭേദം എന്ന് വെച്ചാൽ എന്താ അറിയോ? ഒരാൾ 2 പേര് നിൽക്കുകയാണെങ്കിൽ ഒരാൾക്ക് കൂടുതൽ കൊടുക്കുക, ഇനി ഒരാൾക്ക് കുറച്ച് കൊടുക്കുക. അതിനെയാണ് പക്ഷഭേദം പറയാം. അപ്പം നകുലനെയും സഹദേവനെയും നിങ്ങൾ പണയം വെച്ചുല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഭീമനെയും അർജുനനെയും ഒന്നും പണയം വെക്കാത്ത? ഈ മറ്റേത് 2 പേരും ആരാണ്? മാദ്രീന്റെ മക്കളാണ് നകുലനും സഹദേവനും. പക്ഷെ ഭീമനും അർജുനനും ആരാണ്? കുന്തിദേവിയുടെ മക്കള്. കുന്തിദേവിയുടെ മക്കളാവുമ്പോ സ്വന്തം അനുജനല്ലേ? സ്വന്തം രക്തത്തിനോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവില്ലേ? സ്വന്തം അനുജനെ കൂടുതൽ ഇഷ്ടം ഉണ്ടാവും അല്ലേ? വേറൊരു അമ്മയിലുണ്ടായ അനുജനോട് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോ യുധിഷ്ഠിരന് ദേഷ്യം വന്നു. യുധിഷ്ഠിരൻ എന്താ പറഞ്ഞ? ഇതാ ഞാൻ അർജുനനെയും പണയം വെക്കുകയാണ്. അർജുനനെയും പണയം വെച്ചു. അർജുനനെയും പണയം വെച്ചിട്ട് ചൂതാടാൻ തുടങ്ങി. അപ്പം എന്തായി? അർജുനനെ പണയം വെക്കൽ മാത്രമേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ എന്തായി? ശകുനി ജയിച്ചു. ശകുനി അർജുനനെയും എടുത്തു. ശകുനി എന്നിട്ട് ചിരിച്ചോണ്ട് പറയാണ്, ഇനി ആകെ ഭീമൻ മാത്രമല്ലേ ഉള്ളൂ. ഇതാ ഭീമൻ നിൽക്കണമല്ലോ അവിടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? നിനക്ക് കളിക്കാൻ ധൈര്യമുണ്ടോ? ഇനി നിനക്ക് കളിക്കാൻ ധൈര്യമുണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ വാ എന്ന് പറയും. ഉണ്ട്, ഇതാ ഞാൻ ഭീമനെയും പണയം വെച്ചു. അങ്ങനെ ഭീമനെയും പണയം വെച്ചു. അങ്ങനെ ഭീമനെയും പണയം വെച്ചു. ഭീമനെയും പണയം വെച്ച് എന്തായി? ഭീമനും നഷ്ടപ്പെട്ടു. ഇനി എന്താ ഉള്ള? ഒന്നുമില്ല, ഒക്കെ നഷ്ടപ്പെട്ടു. അവസാനം യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ പണയം വെക്കുകയാണ്. ഞാൻ തോറ്റു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടിമയാവും എന്ന് പറയാണ്. അത് പറയണ കേട്ടു. പറഞ്ഞ പാടെ ശകുനി വീണ്ടും ജയിച്ചു. അപ്പൊ യുധിഷ്ഠിരൻ വീണ്ടും തോറ്റില്ലേ? ശകുനി ഇപ്പൊ ചിരിച്ചോണ്ട് പറയാണ്, ഇനി നിനക്ക് എന്താ ബാക്കിയുള്ള വെക്കാൻ? വാട്ട് ഈസ് ലെഫ്റ്റ്? ഇനിയൊരു സാധനം കൂടെ ബാക്കിയുണ്ട്, ഇനിയൊരാളും കൂടെ ബാക്കിയുണ്ട്. ഇതാരത്? കൃഷ്ണനെ വെക്ക. പാഞ്ചാല രാജ്യത്തിലെ തന്റെ ദ്രുപദൻ വേറൊരാളല്ലേ? ഈ ദ്രുപദന്റെ പാഞ്ചാലി. ദ്രൗപദി ഉണ്ടല്ലോ, ദ്രൗപദീനെ നിനക്ക് പണയം വെച്ച് കളിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ശകുനി വീണ്ടും യുധിഷ്ഠിരനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് കേട്ടോ, പാഞ്ചാലി വസ്ത്രാക്ഷയം. ഇതാണ് നമ്മൾ അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ലേ നേരത്തെ, പാഞ്ചാലി വസ്ത്രാക്ഷയം എന്താണെന്നുള്ളത്. എല്ലാ സാരിയും നഷ്ടപ്പെട്ട ശേഷം യുധിഷ്ഠിരൻ അവസാനം പാഞ്ചാലി
പാഞ്ചാലി ശരിക്കും ദൈവമാണ് കേട്ടോ. അമ്പാട്ടിനെ പോലെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ മഹാലക്ഷ്മീനെ ഒരു അവതാരം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഞങ്ങളുടെ എല്ലാ ഐശ്വര്യത്തിൻ്റെയും കാരണം ആരാണ്? പാഞ്ചാലി മഹാരാജ്ഞിയാണ്. പാഞ്ചാലി മഹാരാജ്ഞീനെ എന്താവും? മഹാരാജ്ഞി നമ്മുടെ ഭാഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇനി പാഞ്ചാലി മഹാരാജ്ഞിനെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജയിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ അവസാനം എന്തായി? പാഞ്ചാലിനെ വെച്ചു, പണയം വെച്ചു, കഴിഞ്ഞു. പാഞ്ചാലിയും നഷ്ടപ്പെട്ടു. പാഞ്ചാലിയും യുധിഷ്ഠിരന് നഷ്ടപ്പെട്ടു. വിതുരന് ഭയങ്കര സങ്കടമായി. രാജ്യത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. എന്താണ് സങ്കടമാവാൻ കാരണം? ഇത്രയും സുന്ദരിയായ ഭാര്യ, തൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ. ഭാര്യനെ ആരെങ്കിലും പണയം വെച്ച് കളിക്കുകയോ? അത് ചെയ്തത് വളരെ വലിയ തെറ്റായൊരു കാര്യമല്ലേ? അങ്ങനെ ഭാര്യനെ പണയം വെച്ചിട്ട് യുധിഷ്ഠിര മഹാരാജാവ് തോറ്റു. എല്ലാം നഷ്ടപ്പെട്ട് താനും അടിമയായി, തൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, എല്ലാവരും നഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കണം. അതാ അവിടെ രണ്ടുപേര് പൊട്ടിച്ചിരിക്കുന്നു സന്തോഷം കൊണ്ട്. ആരൊക്കെ അറിയോ? ദുശാസനനും കർണനും ഒക്കെയാണ്. ധൃതരാഷ്ട്രക്ക് ഭയങ്കര സങ്കടം. തൻ്റെ മകൻ ഇത്രയൊക്കെ ചെയ്ത് രാജ്യമൊക്കെ പിടിച്ചെടുത്തതിലൊരു സന്തോഷം ധൃതരാഷ്ട്രക്ക് ചെറുതായിട്ടുണ്ട്. അതേസമയം ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതും ഇതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതം എന്ന് വെച്ചാൽ എന്താ നിനക്കറിയോ? ഭവിഷ്യത്ത്, ഭാവിയിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. ഇതുകൊണ്ടുണ്ടാവാവുന്ന പ്രത്യാഘാതത്തിനെ ആലോചിച്ചിട്ടും ധൃതരാഷ്ട്രക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതിപ്പോ ജയിച്ചിരുന്നെങ്കിൽ നമുക്കെല്ലാം തിരിച്ചു വന്ന് തുടങ്ങുമായിരുന്നു. പക്ഷെ എന്തായാലും നഷ്ടപ്പെട്ടു തുടങ്ങി. ശകുനി വീണ്ടും ചോദിച്ചു, ഇനി എന്തെങ്കിലും ഉണ്ടോ കളിക്കാൻ? മഹാരാജാവേ, ധൃതരാഷ്ട്രോട് ശകുനി പറയാണ്, മഹാരാജാവേ, ഞാനെല്ലാം കീഴടക്കി, എല്ലാം കളിച്ച് ഞാൻ അവരെ തോൽപ്പിച്ചു. അവർ പണയം വെച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ജയിച്ച് വീണ്ടെടുത്തു എന്ന് ശകുനി മഹാരാജാവായ ധൃതരാഷ്ട്രോട് പറയാണ്. ഇത് കേട്ട ഉടനെ ദുര്യോധനന് അതിഭയങ്കര സന്തോഷമായി. സ്വന്തം അമ്മാവനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ തുടങ്ങി. എന്താണ് ദുര്യോധനൻ? എന്തറിയോ? ദുര്യോധനന് ഭയങ്കര അസൂയായിരുന്നല്ലോ യുധിഷ്ഠിരന്റെ വിജയം. പഞ്ചപാണ്ഡവന്മാർ ജയിച്ച് നല്ല നിലയിലെത്തിയിരിക്കുന്നത് യുധിഷ്ഠിരന് പിടിക്കാത്തൊരു കാര്യമായിരുന്നില്ലേ? ഇത് കേട്ടപ്പോൾ ഈ സ്വർഗം മുഴുവനും കിട്ടിയ പോലെ 7 രാജ്യങ്ങളും 7 ലോകങ്ങളും കീഴടക്കിയ സന്തോഷമായിരുന്നു ആർക്ക്? ദുര്യോധനന്. ദുര്യോധനന്റെ പ്രധാനപ്പെട്ട ശത്രുക്കളല്ലേ പഞ്ചപാണ്ഡവന്മാരെ? പഞ്ചപാണ്ഡവന്മാരുടെ രാജ്യവും രാജ്ഞിയും അവരെ തന്നെ അടിമകളാക്കി. എല്ലാവരെയും അടിമകളാക്കിയിട്ട് ഇവിടെ കീഴടക്കി കൊണ്ടുവന്നില്ലേ? അപ്പൊ വിതുരൻ പറയും ദുര്യോധനോട്, ദുര്യോധന, നീ വളരെ ദുഷ്ടനാണ്, നീ കാണിക്കുന്നതെല്ലാം ദുഷ്ടതരമാണ്. ചതിയിലൂടെയും വഞ്ചനയിലൂടെയാണ് നീ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ സ്വത്തൊക്കെ നീ വീണ്ടെടുത്തത്. നീ ഒരിക്കലും നേരായ വഴി കൂടെ അല്ല ചെയ്തിരിക്കുന്നത്. നീ ഒരു കുറുക്കനെ പോലെയാണ്. കുറുക്കൻ മനുഷ്യന്റെ വേഷം കിട്ടിയ പോലെയാണ്. നീ സിംഹങ്ങളെ പ്രലോഭിപ്പിച്ച് തോൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ന്യായമായ കാര്യമല്ല. ഇത് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. ദുര്യോധനൻ ഇങ്ങനെ എന്താ ചെയ്യണേ? തൻ്റെ ആൾക്കാരോട് ചോദിക്കുകയാണ്. എന്നിട്ട് പറയണ, വിതുരൻ ചെറിയച്ഛനല്ലേ? വിതുരൻ എല്ലാ സമനിലയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണ്? വിതുരൻ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ തോറ്റിരിക്കണോ? വിതുരൻ്റെ ഇഷ്ടപ്പെടാത്ത ആരാണ്? ദുര്യോധനനും ആൾക്കാരും ഒക്കെ ജയിച്ചിരിക്കണോ? അതുകൊണ്ടാണ് വിതുരന് ഇത്രയ്ക്ക് സങ്കടം എന്ന് ദുര്യോധനൻ അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞാണ്, അട്ടഹസിക്കുകയാണ്. അവിടെ സന്തോഷം കൊണ്ടേ അട്ടഹസിക്കുകയാണ്. എന്നിട്ട്
ദുര്യോധനൻ എന്ത് ചെയ്ത തൻ്റെ ജോലിക്കാരനോട് തൻ്റെ അടുത്ത് നിൽക്കുന്ന രാജാക്കന്മാർക്ക് കുറേ ആൾക്കാർ കൂടെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ തൻ്റെ അടുത്ത് കൂടെ നിൽക്കുന്ന ഒരാളോട് പറയാണ്, പോയി ദ്രൗപദീനെ വിളിച്ചോണ്ട് വാ, പാഞ്ചാലിനോട് പറയുക, നിങ്ങളെ പാഞ്ചാലിനെ ഭർത്താവായ യുധിഷ്ഠിരൻ പണയം വെച്ച് കളിച്ച് തോറ്റു, ഇനി തൊട്ട് പാഞ്ചാലി എൻ്റെയാണ്, എൻ്റെ സ്വത്താണ്, എനിക്ക് എന്ത് വേണമെങ്കിലും പാഞ്ചാലിയെ ചെയ്യാവുന്നത്. പാഞ്ചാലി എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞില്ലേ നേരത്തെ, ദൈവത്തിന് തുല്യമാണ്, മഹാരാജ്ഞിയാണ്, ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയാണ്. അപ്പോ ഈ പറയുന്ന ആള് നേരെ ദ്രൗപദി എവിടെ ഇരിക്കണോ അവിടെ ഓടിപ്പോയിട്ട് സങ്കടത്തോടു കൂടി പറയാണ്, മഹാരാജ്ഞി, നിങ്ങളുടെ ഭർത്താവ് പണയം വെച്ചിരിക്കുകയാണ്, നിങ്ങളെ തോറ്റു, നിങ്ങളെ അങ്ങോട്ട് വരാൻ വേണ്ടി ദുര്യോധനൻ ഞങ്ങളുടെ അടുത്ത് കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പാഞ്ചാലി അയാളോട് ചോദിക്കുകയാണ്, യുധിഷ്ഠിരൻ ആദ്യം പണയം വെച്ചത് എന്നെയാണോ അത് തന്നെത്താനാണോ എന്ന്. യുധിഷ്ഠിരൻ സ്വയം പണയം വെച്ച ശേഷമാണോ എന്നെ പണയം വെച്ചത് എന്നറിയാൻ വേണ്ടിയാണ് ദ്രൗപദി അങ്ങനെ ചോദിച്ചേ. അപ്പോൾ ആ വന്നയാൾ സത്യാവസ്ഥ എന്താ നടന്നതെന്ന് പറഞ്ഞു കൊടുക്കും. ആദ്യം യുധിഷ്ഠിരൻ സ്വയം പണയം വെച്ചു, അതിനുശേഷമാണ് ദ്രൗപദീനെ പണയം വെച്ചത് എന്ന് പറഞ്ഞു. ഇപ്പൊ ദുര്യോധനൻ എന്ത് ചെയ്തേ, പാഞ്ചാലിനോട് എന്താ പറഞ്ഞേ, പാഞ്ചാലിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാനല്ലേ പറഞ്ഞിരിക്കണേ, ആദ്യം പാഞ്ചാലി ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ആ മെസ്സഞ്ചർ ഇല്ലേ, അയാളെ ആ ദൂതൻ, ദുര്യോധനൻ പറഞ്ഞയച്ചൊരു ദൂതൻ ഉണ്ടല്ലോ, ആ ദൂതൻ പോയിട്ട് ദ്രൗപദിനെ കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ അവിടെ സഭയിൽ ഇരിക്കുകയാണ്. കൊട്ടാരത്തിലെ രാജാവിന്റെ സഭയിൽ ഇരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇയാള് ഓടി തിരിച്ചു വന്നിട്ട്, ദുര്യോധനന്റെ അനുജനാണ് ദുശാസനൻ. ദുര്യോധനനും ദുശാസനും ഈ 100 മക്കളിൽ പെടുന്ന ആൾക്കാരാണ് കേട്ടോ. ഈ പോയവനെ കൊണ്ട് ധൈര്യമില്ലാത്ത കൊണ്ടാണ് അവൻ ശരിക്കും പറയാത്തത്. അവൻ ശരിക്കും വിവരങ്ങൾ അറിയിച്ചിട്ട് പാഞ്ചാലിനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഭീമസേനനില്ലേ, ഭീമസേനനെ ഓൾറെഡി പണയം വെച്ചാണല്ലോ നേരത്തെ. എന്നിട്ടിപ്പോ ഭീമസേനൻ ഇവരുടെ അടിമയായില്ലേ. ആരുടെ അടിമ? ദുര്യോധനന്റെയും ദുശാസനന്റെയും. ശകുനിയല്ലേ തോൽപ്പിച്ച? ശകുനി ദുര്യോധനന്റെയും ദുശാസനന്റെയും അമ്മാവനല്ലേ. അപ്പൊ ശകുനി തോൽപ്പിച്ച ശേഷം ഭീമസേനനും ഇവരുടെ അടിമയായില്ലേ. ഭീമസേന, നീ ഇപ്പൊ ഞങ്ങളുടെ അടിമയല്ലേ, നീ പോയിട്ട് പാഞ്ചാലിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, പെട്ടെന്ന് വേണം കൊണ്ടുവരാൻ, കാരണം നീ ഞങ്ങളുടെ അടിമയല്ലേ. ദ്രൗപദിക്ക് ഒരു ചോദ്യം ചോദിക്കാനോ ഉത്തരം പറയാനോ ഒന്നും ഒരു അവകാശവും ഇല്ല. കാരണം എന്താണ്, അവളും നമ്മുടെ അടിമയാണല്ലോ. പോയി കൊണ്ടുവരൂ എന്ന് ഭീമസേനോട് ദുശാസനൻ പറയാണ്. പോയിട്ട് ആരെ കൊണ്ടുവരാനാ പറയുന്നേ? പാഞ്ചാലിനെ കൊണ്ടുവരാനാണ് പറയുന്നത്. അപ്പോ ഭീമസേനൻ പോയി. അപ്പൊ എന്തായി, ദുശാസനൻ വിചാരിച്ചു, ഇല്ല വേണ്ട, ഞാൻ തന്നെ പോവാ, നേരിട്ട് പോയിട്ട് ഞാൻ ദ്രൗപദിയുടെ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ ദ്രൗപദീനെ ഇങ്ങോട്ട് കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് ദുശാസൻ സഭയിൽ നിന്ന് ദ്രൗപദിയുടെ മുറിയിലേക്ക്, അതായത് കൊട്ടാരത്തിലെ ദ്രൗപദി അവിടെ താമസിക്കുന്ന അവിടെ പോയി. എന്നിട്ട് ഞാൻ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ദുശാസനൻ എന്ത് ചെയ്ത് ദ്രൗപദിയുടെ മുമ്പിലെത്തി. അപ്പൊ ദ്രൗപദി ദുശാസനോട് ചോദിക്കുകയാണ്. എന്താ ദ്രൗപദി ചോദിക്കണ ദുശാസനോട്? ആദ്യം ആരെയാണ്
യുധിഷ്ഠിരൻ പണയം വെച്ചത്? എന്നെയാണോ അതോ തന്നെത്താനാണോ? സ്വയം പണയം വെക്കുകയാണ് ചെയ്ത് അതോ എന്നെയാണോ പണയം വെച്ചത് എന്ന് ദ്രൗപദിയോട് ദുശാസനൻ ചോദിക്കുകയാണ്. അല്ല, തിരിച്ച് ദ്രൗപദി ദുശാസനോട് ചോദിക്കുകയാണ് കേട്ടോ. അത് ചോദിക്കാൻ നീ ആരാണ്? അത് ചോദിക്കാനുള്ള അവകാശം നിനക്കുണ്ടോ? അതിന് ചോദിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ എന്ന് ദുശാസനൻ മറുപടി പറയാണ് കേട്ടോ. കുട്ടാ ഉറങ്ങിയോ? അപ്പൊ ഇന്ന് നമ്മൾ കേട്ട കഥയില് ദ്രൗപദീനെ അടക്കം എല്ലാവരെയും പണയം വെച്ച് തോറ്റു നിൽക്കുന്ന യുധിഷ്ഠിരന്റെ കഥയാണ് നമ്മളിന്ന് കേട്ടത്. സകലമാന രാജ്യവും സ്വർഗരാജ്യം പോലെ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഇന്ദ്രപ്രസ്ഥവും എല്ലാം നഷ്ടപ്പെട്ട് യുധിഷ്ഠിരൻ സങ്കടത്തോടു ഇരിക്കുന്ന സമയമാണ്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചൂത് കളിച്ചിട്ടും അതുപോലെയുള്ള കളികളും കളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം, നമ്മളുടെ സമ്പാദ്യം, നമ്മുടെ എല്ലാ നല്ലതും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതോടുകൂടി നമ്മുടെ 24-ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതാണ്. നാളെ നമ്മൾ ഇനി വരാനിരിക്കുന്ന കഥയെക്കുറിച്ച് കേൾക്കാം. ഇതുവരെ എല്ലാം കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്ക് നന്ദി.